ഒരു വാട്ടർ കൂൾഡ് എഞ്ചിൻ വെച്ചിട്ടാണ് ഇവിടെ കരിമ്പ് ജ്യൂസ് അടിക്കുന്നത്. പഴയ രീതിയിലുള്ള ഒരു രീതി. അതുകൊണ്ട് ബെൽറ്റൊക്കെ ഇട്ട് കരിമ്പ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എഞ്ചിൻ സ്റ്റാർട്ടായി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടിട്ടാണ് ഞാനിവിടെ നിർത്തിയത്. ഒരു ജ്യൂസും കുടിക്കണം. കുറച്ച് നേരമായി, 2 മണിയോളം ആകാറായി. അതിൻ്റെ ഇതെടുക്കുന്ന അനുസരിച്ചാണ്. ഡബിൾ പിസ്റ്റൻ്റെ ഒരു പഴയ എഞ്ചിനാണ്, വാട്ടർ കൂൾഡ് എഞ്ചിനാണ്. വെള്ളം പമ്പ് ചെയ്ത് അകത്ത് പോയിട്ട് റേഡിയേറ്റർ ഇല്ല, റേഡിയേറ്ററിന് പകരം വാട്ടർ കൂൾഡ് എഞ്ചിൻ വെച്ചിരിക്കുകയാണ്. ബെൽറ്റൊക്കെ ഇട്ട് നമ്മുടെ മില്ലിലൊക്കെ ഇതാക്കുന്ന പോലെ തന്നെ ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ടോ, ആ കയറൊക്കെ ഇത് വലിച്ച ആക്സിലേറ്ററായി. ആക്സിലേറ്റർ അല്ലെന്നാൽ സ്ലോ സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, ഒരു പ്രശ്നവുമില്ല, ഓടിക്കൊണ്ടേയിരിക്കും. കഴിഞ്ഞ് കരിമ്പ് വെക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഇത് ആക്സിലേറ്റർ കൊടുക്കുന്നുള്ളൂ. സൂപ്പർ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഒരു പഴയ രീതിയിലുള്ള ഒരു എൻജിൻ കാണാൻ പറ്റി. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴത്തെ മേട്ടൂരാണ് ഞാനുള്ളത്. ഇവിടെ ഒരു ഫാക്ടറിയൊക്കെ മേട്ടൂർ ടൗണിൽ, നമ്മൾ മേട്ടൂർക്കുള്ള ഇത് പാലത്തിലാണുള്ളത്. ഇതാണ് ഇവിടുത്തെ മേട്ടൂർ ഡാം. മേട്ടൂർ ഡാമിൻ്റെ സമീപത്താണ് ഞാനുള്ളത്. അതിൻ്റെ മുകളിലൊരു അമ്പലം കാണുന്നുണ്ട്, ആ മലയുടെ മുകളിൽ. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ കയറി പോകാമെന്ന് അറിയില്ല, പോകാൻ ഒന്ന് ശ്രമിക്കാം. കാരണം ഒരു ഹിൽ ക്ലൈമ്പാണ്. അതുപോലെ തന്നെ ഡാമിനോടനുബന്ധിച്ചൊരു പൂന്തോട്ടമൊക്കെ ഉള്ളതാണ്. അതൊക്കെ പോയി കാണാമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടോ, നദി വറ്റി വരണ്ട് കിടക്കുകയാണ്. തീരെ വെള്ളമില്ല, സെൻറ്ററിൽ കൂടെ മാത്രം വെള്ളം ഒഴുകാനുള്ള ഒരു ചാല് മാത്രമാണ് കാണുന്നത്. മുഴുവൻ കല്ല് മാത്രമാണ് കാണുന്നത്. ഇതൊരു സെമിത്തേരിയാണ്. അതുപോലെ തന്നെ ആ ഭാഗത്തൊരു പള്ളിയും കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പെട്രോൾ പമ്പ് കിട്ടിയില്ല, പള്ളിയിൽ പോയി ചോദിക്കാം എന്നുള്ള രീതിയിൽ ഞാനങ്ങ് പോവുകയാണ്. അപ്പോഴത്തെ സൈക്കിളും കുഞ്ഞി ഇവിടെ ഇരിപ്പുണ്ട്. അവൾ സൈക്കിൾ എങ്ങനെ മറിക്കാം എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അപ്പോൾ ദൈവാനുഗ്രഹം, അവൾക്ക് വിശക്കുന്നുണ്ട്. അവൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതാണ്, ഞാൻ നോക്കിയതുകൊണ്ട് കഴിക്കുന്നില്ല. ഈ വഴിയാണ് നമ്മൾ വന്നത്. വലത്തോട്ടുള്ള വഴി നേരെ കോയമ്പത്തൂർക്കുള്ള വഴിയാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. മേട്ടൂർ ഡാമൊക്കെ കണ്ട്, മേട്ടൂർ കണ്ട്, മേട്ടുപ്പാളയം കണ്ട് നമ്മൾ നേരെ ഊട്ടിയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഊട്ടി മലനിരകളൊക്കെയാണ് അവിടെ കാണുന്നത്. ആ മലയുടെ അപ്പുറത്താണ് ഊട്ടി. അപ്പോൾ ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്, ഊട്ടി ഭാഗത്തേക്ക്. അപ്പോൾ ശരി, 4 സൈഡും മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണിത് മേട്ടൂർ. മേട്ടൂർ ടൗൺ അങ്ങോട്ടാണ്, മുമ്പോട്ട്. അപ്പോൾ അങ്ങോട്ട് ഞാൻ പോവുകയാണ്. ഇവിടെ എല്ലാം ഫാക്ടറികളാണ് കേട്ടോ, നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കാത്തൊരു സംഭവം, നിറയെ ഫാക്ടറികൾ. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ മേട്ടൂർ ഡാമിൻ്റെ അവിടെ നിന്ന് മേളിലോട്ട് കയറി പോവുകയാണ്. ഇതിൻ്റെ മേളിൽ ചെന്നാലാണ് കാഴ്ചകളുള്ളതെന്നാണ് താഴെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ മുകളിലൊരു അമ്പലം കാണുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് കയറിപ്പോകുന്നത്. ഈ സൈഡിൽ കൂടെയും കയറാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു ശിവപാർവതി ടെമ്പിളാണ്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ കയറി വന്ന മലനിരകളൊക്കെ ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഒക്കെ അടുത്തുനിന്നാണ് നമ്മൾ കയറി വന്നത്. അവിടെയാണ് പാലം തുടങ്ങുന്നത്. അപ്പോൾ ഡാമിൻ്റെ അവിടുന്ന് നമ്മൾ ഹെയർ പിൻ വളമൊക്കെ കയറി മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മേട്ടൂരിൽ നിന്ന് ഇനിയുണ്ട് കിലോമീറ്ററുകൾ താണ്ടാൻ. ആ ഫാക്ടറിയൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് മേട്ടൂർക്ക്. ഡ്രോൺ സോൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ താഴോട്ട് പോവുകയാണ്. പതിയെ അമ്മ നേരെ നോക്കിയില്ല, അല്ലെ മറിഞ്ഞു വീഴും. വളരെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ നമുക്കിത് പണി കിട്ടുന്ന ഹെയർപിൻ വളവുകളാണ്.
അപ്പോൾ ഹെയർ പിൻ വളവൊക്കെ ഇറങ്ങി നമ്മൾ പതിയെ മേട്ടൂർ ഡാമിൻ്റെ അങ്ങോട്ട് എത്തുകയാണ്. ഡാമിൻ്റെ വൺ സൈഡ് ഷട്ടറുകളാണ് നമ്മളിപ്പോൾ കുറച്ച് മുമ്പേ കണ്ടത്. ഇപ്പം മെയിൻ ഷട്ടറിൻ്റെ അടുത്തോട്ടാണ്, ഡാമിൻ്റെ മെയിൻ ഏരിയയിലോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. ഇവിടെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പതിയെ ഇറങ്ങിപ്പോവാണ്. ഹെയർപിൻ വളവുകളാണ്. പിന്നെ നമ്മുടെ ബ്രേക്ക് തീർന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഇച്ച പ്രശ്നങ്ങളുണ്ട്. താഴെ പോയിട്ട് ബ്രേക്ക് ഷൂ മാറണം. അപ്പോൾ ഇവിടെ നമ്മളെ രണ്ടണ്ണന്മാർ വിളിച്ചിട്ടുണ്ട്. രണ്ടണ്ണന്മാർ ഇതേ നമ്മളെ കൂപ്പിട്ടിരിക്കുക. ഞാൻ കാശ്മീർ പോയി. സൈക്കിൾ കയറ്റം കയറി താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വലത്തുവശത്ത് റിസർവോയർ നിറഞ്ഞു കിടക്കുന്ന മേട്ടൂർ ഡാമാണ്. അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് പോകാം. താഴെ ചെന്ന് കഴിയുമ്പോൾ ആ സീനൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ബാരിക്കേഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. അവോയ്ഡ് ഡ്രങ്ക് ആൻഡ് ഡ്രൈവ്. ഏതൊക്കെയാലും ഞാൻ കുടിക്കുകയില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പം നല്ല അടിപൊളി മലനിരകളുടെ നടുവിലുള്ള മേട്ടൂരിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിൽ ഒരു അടിപൊളി ഗാർഡനൊക്കെ ഉണ്ട്. താഴെ പതിയെ ഇറങ്ങി ചെല്ലണം, അല്ലെങ്കിൽ ബ്രേക്ക് വണ്ടി എല്ലാം വഴിയിൽ കാണും. അപ്പോൾ താഴെ നല്ല അടിപൊളിയാണ് കേട്ടോ. സീനാണ് മോനെ എന്നൊക്കെ പറയുന്ന പോലെ നല്ല കാഴ്ചകളാണ്. പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് താഴോട്ട് ഇറങ്ങിപ്പോയി എടുക്കാൻ പറ്റിയില്ല, അതാണൊരു പ്രശ്നം. ഏതൊക്കെയാലും പുഴ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. മേട്ടൂർ ഡാമിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഒരു പാലത്തെ കൂടെ പോയി ഇതെല്ലാം കാണാൻ പറ്റും. അപ്പോഴത്തേ നമ്മൾ പതിയെ താഴോട്ട് ഇറങ്ങി പോവാണ്. പതിയെ 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 നല്ല പണി കിട്ടും. നല്ല ഇറക്കമാണ്, കുത്തനെ ഇറക്കമാണ്. കഴുതി പിടിച്ച് പതിയെ പോവുകയാണ്. ആ ഫ്രണ്ടിൽ പോകുന്ന അണ്ണന്മാർക്ക് നമ്മളോട് സംസാരിക്കണമെന്നുണ്ട്. പിന്നെ ഒരു സംശയത്തിൻ്റെ പേരിൽ അത് മാറി മാറി നിൽക്കുക. ഇങ്ങനെ പോയി ഈ മല ഇറങ്ങി അപ്പുറത്തെ മല ചുറ്റി വേണം ഡാമിൻ്റെ ആ ഗാർഡൻ സൈഡിലോട്ട് വരാൻ. കുഞ്ഞിയ ഗാർഡനിൽ അലൗഡ് ആണോ എന്നറിയില്ല, എന്നാലും അവിടെ വെളിയിൽ വെച്ചിട്ട് പോകണം എന്നുള്ളൊരു സങ്കടമുണ്ട്. ഏതായാലും ഇന്ന് മേട്ടൂർ നമ്മൾ സ്റ്റേ ആണ്. നാളെ ഉള്ളിൽ നിന്നുള്ള യാത്ര. മേട്ടൂർ ഗാർഡൻ നല്ല അടിപൊളി മലനിരകളാണ് മുകളിൽ കാണുന്നത്. അതൊക്കെ കയറി വേണമായിരിക്കും ഊട്ടിക്ക് പോകാൻ. ഇവിടെ കയറി ഇറങ്ങുമ്പോഴായിരിക്കും ഊട്ടിയാവുന്നത്. ഈ കാടായിരിക്കും മെയിനായിട്ടും കാണിക്കുന്ന, മേട്ടൂരിൽ നിന്ന് കാണിക്കുന്ന ഒരു കാടുണ്ട്, റിസർവ് ഫോറസ്റ്റ് RF. അപ്പോൾ അത് ഈ കാടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ മലയുടെ മുകളിലൂടെയുള്ള വഴിയിലൂടെ ആയിരിക്കണം പോകേണ്ടത്. ഇതും അതുപോലത്തെ ഫോറസ്റ്റ് തന്നെയാണ്. മുകൾ ഭാഗത്ത് കാണുന്നതും ഫോറസ്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. എങ്ങോട്ടാണ് സൈക്കിൾ പോകുന്നത്? സൈക്കിൾ നേരെ പൊക്കെ. സൈക്കിളിനോട് നേരെ പോകാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ലല്ലോ.
പമ്പ് ഹൗസാണ്. ഇവിടെ നിന്നാണ് വെള്ളം അടിച്ച് മുൻപ് ഞാൻ കണ്ട പൈപ്പിലൂടെയൊക്കെ വിടുന്നതെന്ന് തോന്നുന്നു. നാരോ ബ്രിഡ്ജ് ജോസ് നാരോ ബ്രിഡ്ജാണ്. നമുക്കിത് പണി തരാനുള്ള ബ്രിഡ്ജാണെന്നാണ് തോന്നുന്നത്. സിംഗിൾ ലൈനാണ്. വണ്ടി വന്നാൽ ഇവിടുന്ന് വണ്ടി വരികയില്ല. ഗേറ്റ് വാട്ടർ പമ്പ് ഹൗസ്. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ ഏരിയയിലോട്ടെത്തി. സ്റ്റോപ്പ് ചെയ്തിട്ട് ഡാമെന്ന് കാണാൻ പറ്റും. ഡാം കാണുന്ന ഇവിടെ തന്നെ നിൽക്കണ്ട വണ്ടിയൊക്കെ വരുന്നുണ്ട്. സ്പിൽവേയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന സ്പിൽവേയിൽ കൂടെ വെള്ളം ഒഴുകി വരുന്ന കാണാം. ഇവിടെ ചെറിയ ഷട്ടറുകളൊക്കെ തുറന്നിട്ടുണ്ട്. ഇത്രയും വെള്ളമേ ഉള്ളൂ ഡാമിൽ. വളരെ മിനിമൈസ് ചെയ്താണ് വെള്ളം ഒഴുക്കി വിട്ടിരിക്കുന്നത്. ഇവിടുത്തെ പമ്പ് ഹൗസാണ്. അതാണ് വലിയ മലനിരകൾ എന്ന് പറഞ്ഞ വലിയ മലനിരകൾ. ഇതാണ് കേട്ടോ മേട്ടൂർ ഡാം. അടിപൊളി ഡാം. വൺ സൈഡാണ്. മേട്ടൂർ. Turn right onto National Highway 544H, then turn left. ஆனால் இங்கே இந்த குளிக்கணும் இடம் எங்கே இருக்குது? இங்கே உள்ளே போகணும், கீழே போகணும். சைக்கிள் போகுமா? നോക്കാം. അപ്പോഴത്തെ മേട്ടൂർ ഡാമിൻ്റെ സൈഡിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് മേട്ടൂർ ഡാം. അതൊരു പവർ ഹൗസൊക്കെയാണ്. ഇവിടെ സ്പിൽവേയിൽ വെള്ളം ഒഴുക്കി വിടുന്നുണ്ട്. അതാണ് താഴേക്ക് ആകെയുള്ളൊരു വെള്ളം. തീരെ വെള്ളം കുറവാണ് കേട്ടോ. അപ്പോൾ മുകളിലേക്കൊന്നും നമ്മളെ കയറ്റില്ല. മേട്ടൂർ ഡാമിൻ്റെ മുകളിലൊന്നും കയറുന്നില്ല. നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ ഡാമിൻ്റെ മുകളിലൊന്നും കയറാൻ പറ്റിയില്ല ഇവിടെ. അപ്പോൾ ശരി, നമ്മൾ പതിയെ ടൗണിലോട്ട് പോവുകയാണ്. ഇന്നിവിടെ സ്റ്റേ ആണ്. സൈക്കിൾ നന്നാക്കണം. പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാവുന്നിടത്താണ് വന്നത്. പക്ഷേ ഇവിടെ ചെളിയാണ് മൊത്തം. ഇറങ്ങിപ്പോണാൽ ഒരുപാട് ദൂരം ഇറങ്ങിപ്പോയാലേ ഉള്ളൂ കുളിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വെള്ളം കണ്ടിട്ട് അത്ര ശുദ്ധമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. ഇപ്പോൾ സമയം 5:45 ഉള്ളൂ. ഞാനിപ്പോൾ ഉള്ളത് മേട്ടൂരാണ്. മേട്ടൂരിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. സൈക്കിളിൻ്റെ ബ്രേക്ക് ഷൂ ഒക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഈ കടയിൽ വന്നിട്ട് നമ്മൾ ബ്രേക്ക് ഷൂ ഒക്കെ മാറി. അപ്പോൾ അവരുടെ നമ്മുടെ 2 കമ്പി കൂടി പൊട്ടിയിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് റഫായിട്ടുള്ള റോഡുകളിലൂടെയായിരുന്നു നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്തത്. അപ്പോൾ അതുകൊണ്ട്
2 കമ്പി പൊട്ടിപ്പോയി. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് അവർ നമുക്ക് കമ്പി ഊരി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ പോയാൽ ഒരു വലിയ കടയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുഞ്ഞ് നല്ല ഉറക്കമാണ് കേട്ടോ. 5:45 ഉള്ളൂ. അവൾ നല്ല ഉറക്കമാണ്. അവൾക്ക് കുറച്ച് ദിവസം കൂടി അവൾ ചൂടില്ലാതെ കിടന്നുറങ്ങിയത് ഇന്നലെയാണ്. ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മളിവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് രാവിലെ പുറപ്പെടുവാണ്. ആ കടയിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ച് ഇനി ഒരു 40 കിലോമീറ്റർ പോയാൽ നമുക്ക് വർക്ക്ഷോപ്പ് കിട്ടും. അപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഈ റോഡിലൂടെ ഒരു 40 കിലോമീറ്റർ ഊട്ടി റോഡിലാണ് പോകുന്നത്. ഊട്ടിക്ക് ഇനി ഒരു 100-110 കിലോമീറ്ററോളം ഉണ്ട് മേട്ടൂരിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഊട്ടിയിലേക്കുള്ള യാത്ര. അതിനിടയിൽ നമുക്ക് ഇന്ന് കുറേ പണികളുണ്ട്. അപ്പോൾ അതെല്ലാം തീർത്ത് നമുക്ക് പതിയെ അങ്ങ് പോകാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് വലിയ യാത്രയായിട്ട് കാണുന്നത് ഈ 40 കിലോമീറ്ററാണ്. കാരണം അത് കഴിഞ്ഞാൽ സൈക്കിളിൻ്റെ സെറ്റിംഗ് എല്ലാം മാറ്റണം. ഇപ്പോൾ ബാക്കിയെല്ലാം ഓക്കെയാണ്, ഗിയറെല്ലാം ഓക്കെയാണ്, എല്ലാം സെറ്റാണ്. അപ്പം നമ്മൾ പോവുകയാണ്. അലൈൻമെൻറ്റ് റെഡിയാക്കണമെങ്കിൽ അത് ഇത് സെറ്റ് ചെയ്യണം. കമ്പി പോയത് 2 എണ്ണം അതൊന്ന് മാറിയെടുക്കണം. അപ്പോൾ അത് മാറാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്നലെ ഇവിടെ ഒരു ടെക്നീഷ്യനേ ഉള്ളായിരുന്നു. അയാൾക്ക് അത്യാവശ്യത്തിന് പണികളുണ്ടായിരുന്നു. കാരണം അവധിക്കാലം ആയതുകൊണ്ട് കൂടുതലും കുട്ടികൾ സൈക്കിൾ എടുക്കാൻ വരുന്ന സമയമാണ്. അതുകൊണ്ട് പുതിയ സൈക്കിളുകൾ അസംബിൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതാണ് കട. ഈ പച്ച പെയിൻ്റ് അടിച്ചാണ് കട. അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം മേട്ടൂർ ബൈപ്പാസിലൂടെ പോവുകയാണ്. ഇതുണ്ടോ വലത്തുവശത്ത് മലനിരകളൊക്കെ കാണാം. ഇതാണ് മേട്ടൂർ ബസ് സ്റ്റാൻഡ്. നമ്മൾ വന്ന വഴിയിലായിരുന്നു മേട്ടൂർ റെയിൽവേ സ്റ്റേഷൻ. ഇന്നലെയാണ് അതിൽ വന്നത്. അപ്പോൾ വലത്തുവശത്ത് ഊട്ടി മലനിരകളാണ് കാണുന്നത്. രണ്ട് ബസ് സ്റ്റാൻഡിലോട്ട് ബസ്സുകളൊക്കെ വരുന്ന സമയമാണ്. രാവിലെ തന്നെ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. 4 മണിക്ക് തന്നെ ബസ്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെ അണ്ണ നമ്മളെ ചിരിച്ച് കാണിച്ച് പോരുന്നുണ്ട്. പോട്ടെണ്ണ. അപ്പോൾ അതെ ഇതാണ് മേട്ടൂർ ബസ് സ്റ്റാൻഡ്. അടിപൊളി സൗകര്യങ്ങളാണ് കേട്ടോ. വലിയ ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ നേരെ ഊട്ടിക്ക് വിടുകയാണ്. ഊട്ടി റോഡിലോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ നമുക്ക് ഈ റോഡിൽ നേരെ പോയാൽ ബൈപ്പാസാണിത്. ഈ ബൈപ്പാസ് കട്ട് ചെയ്ത് ഊട്ടി റോഡിലോട്ട് കയറാം. അവിടെ നിന്നൊരു 40 കിലോമീറ്ററാണ് നമുക്ക് പോകാനുള്ളത്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വണ്ടി ഒന്ന് നന്നാക്കാൻ. അപ്പോൾ ശരി, വേറെ ഒന്നുമില്ല. 2 കമ്പി മാറാമെന്നുള്ളതേ ഉള്ളൂ. അലൈൻമെൻറ്റ് ഒന്ന് ക്ലിയർ ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് ഉച്ച കഴിഞ്ഞ് യാത്ര തിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. 40 കിലോമീറ്റർ പോകാനുണ്ട്. കയറ്റമാണ്. അതൊക്കെ പതിയെ പോകാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, യാത്ര തുടരും.